ആയിരിക്കും. And we are going to show the entire country what the Prime Minister of India actually is. അതുമാത്രമല്ല, ഞങ്ങൾ ഈ രാജ്യത്ത് മുഴുവൻ കാണിച്ചു കൊടുക്കാൻ പോവുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി യഥാർത്ഥത്തിൽ ആരാണ്, എന്താണെന്നുള്ളത് ഞങ്ങൾ ഈ രാജ്യത്തിന് മുഴുവൻ കാട്ടിക്കൊടുക്കും. Now I explain to you how Donald Trump controls Narendra Modi. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വിശദമാക്കി തന്നു എങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ നിയന്ത്രിക്കുന്നതെന്ന്. The same thing is going on in Kerala. ഇതേ കാര്യം തന്നെയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. The same way Trump is controlling Modi, Modi is controlling your chief minister. എങ്ങനെയാണോ ട്രംപ് നരേന്ദ്രമോദിയെ നിയന്ത്രിക്കുന്നത് അതേ രീതിയിലാണ് നരേന്ദ്രമോദി നിങ്ങളുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. If Modi says jump up, your chief minister will jump up. നരേന്ദ്രമോദി പറയുകയാണ് എഴുന്നേറ്റ് ചാടാൻ പറഞ്ഞ ഉടനെ നിങ്ങളുടെ മുഖ്യമന്ത്രി എഴുന്നേറ്റ് ചാടും. If Modi says lie down, chief minister will lie down. ഇപ്പൊ മോദി പറയാണ് അവിടെ കിടക്കാൻ പറഞ്ഞ നിങ്ങളുടെ മുഖ്യമന്ത്രി അവിടെ കിടക്കും. If Modi says give Adani this business, chief minister will give Adani that business. മോദി പറയാണ് നിങ്ങൾ അദാനിക്ക് വ്യവസായം കൊടുക്കുമെന്ന് പറഞ്ഞ നിങ്ങളുടെ മുഖ്യമന്ത്രി അതുടനെ അദാനിക്ക്. He is not the chief minister of Kerala. He is fully controlled by the Narendra Modi. അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ല, അദ്ദേഹം പൂർണ്ണമായി നരേന്ദ്രമോദിയാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. And that is why the people of Kerala have decided that a UDF government is coming in Kerala. അതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ആണ് വരാൻ പോകുന്നതെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. You know better than me what is happening in the Middle East. എന്നെക്കാളും വ്യക്തമായി നിങ്ങൾക്കറിയാം നമ്മുടെ ഗൾഫ് രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റിൽ, മധ്യേഷ്യയിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. You know the drama that is unfolding there. അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നാടകം എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. A tragedy is taking place. അവിടെ വലിയൊരു ദുരന്തമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. And nobody knows where it will end, where it will go. അത് എപ്പോൾ ഇല്ലാതാകും, എപ്പോൾ അവസാനിക്കുന്നു നമുക്ക് ആർക്കും കൃത്യമായിട്ട് അറിയില്ല. And the people of Kerala are going to be directly affected. The people of India are going to be directly affected. അതിലെ കേരളത്തിലെ ജനങ്ങൾ, അതുപോലെ ഇന്ത്യയിലെ ജനങ്ങൾ അതിന്റെ നേരിട്ടുള്ള അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കാൻ പോകുന്നവരാണ്. Fuel prices are going to rise. ഇന്ധന വില കൂടിക്കൊണ്ടിരിക്കുകയാണ്, കൂടാൻ പോവുകയാണ്. Inflation is going to go up. നാണയപ്പെരുപ്പം പണപ്പെരുപ്പം വർദ്ധിക്കാൻ പോവുകയാണ്. An earthquake, financial earthquake is coming. ഒരു സാമ്പത്തിക ഭൂകമ്പം ഇവിടെ വരാൻ പോവുകയാണ്. You will see 1 or 2 months from now a financial earthquake is coming. ഇനി 1-2 മാസങ്ങൾ കഴിയുമ്പോൾ ഒരു സാമ്പത്തിക ഭൂകമ്പം ഇവിടെ വരാൻ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. What is the LDF government doing to protect you? നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടുത്തെ LDF ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത്? Modi cannot do anything. മോദിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. He is run by Donald Trump. അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത്, അദ്ദേഹം മുൻപോട്ട് പോകുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ നിയന്ത്രണത്തിലാണ്. He will decide whatever Donald Trump tells him. മോദി എന്ത് തീരുമാനിക്കുന്നു അതെല്ലാം ഡൊണാൾഡ് ട്രംപ് പറയുന്ന കാര്യങ്ങളാണ് മോദി He will തീരുമാനിക്കുന്നത്. say yes sir, yes sir, yes sir and keep doing what he says. Yes sir, yes sir, yes sir എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് പറയുന്നതൊക്കെ മോദി ചെയ്തുകൊണ്ടേയിരിക്കും. But what is the Kerala government doing to protect you? പക്ഷേ കേരളത്തിലെ ഗവൺമെന്റ് നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്? What is the Kerala government doing to make your life easier? നിങ്ങളുടെ ജീവിതം എളുപ്പമുള്ളതാക്കാൻ വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത്? What is Kerala government doing for employment in this state? ഈ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്ത് തൊഴിലുണ്ടാക്കാൻ വേണ്ടി എന്താണ് കേരള ഗവൺമെന്റ് What has it done to counter brain drain over the last 10 years? ഇവിടെ കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് പുറത്തേക്ക് പോയി നമ്മുടെ ബുദ്ധിശക്തി, നമ്മുടെ മേധാശക്തി പുറത്തു പോകുന്നതിനെ തടയാൻ എന്താണ് ഗവൺമെന്റ്? What has it done to protect rubber farmers and other farmers? റബ്ബർ കർഷകരെയും മറ്റു കർഷകരെയും സംരക്ഷിക്കാൻ വേണ്ടി കേരള ഗവൺമെന്റ് എന്താണ് ചെയ്തത്? You know this better than I do. എനിക്കറിയാവുന്നതിലേക്കും മെച്ചമായിട്ടുണ്ട് നിങ്ങൾക്ക്. You have to face it, you have to deal with it. കാരണം നിങ്ങളാണ് ഇത് നേരിടുന്നത്, ഇത് കൈകാര്യം ചെയ്യുന്നത് നിങ്ങളാണ്. So the first thing the UDF government is going to do is going to set up a system that protects you. അതുകൊണ്ട് ആദ്യമായി ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനം ഈ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. That gives you slight protection in the environment that we are going towards. നമ്മൾ മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ, ഒരു പരിസ്ഥിതിയിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടുള്ള സംരക്ഷണം നൽകുന്ന ഒരു സംവിധാനമാണ് ഞങ്ങൾ ഉറപ്പാക്കുന്നത്. Now I can see a lot of young ladies here and you have a young candidate fighting the election over here. എനിക്കിവിടെ ഒരുപാട് സ്ത്രീകളെ കാണാൻ സാധിക്കും. അതുപോലെ ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീ സ്ഥാനാർത്ഥിയാണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇലക്ഷനിൽ മത്സരിക്കുന്നത്. And everybody knows, including the males, that the backbone of Kerala are its women.
എല്ലാവർക്കും അറിയാം, ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിന്റെ നട്ടെൽ എന്ന് പറയുന്നത് മലയാളി സ്ത്രീകളാണ്, കേരളത്തിന്റെ സ്ത്രീകളാണ്. It is the women of Kerala who look after the state and the future of Kerala. ഈ കേരളത്തെ നോക്കുന്നതും കേരളത്തിന്റെ ഭാവി സംരക്ഷിക്കുന്നതും കേരളത്തിലെ സ്ത്രീകളാണ്. Everybody knows. എല്ലാവർക്കും ഇതറിയാം. And so the first thing we are going to do is every single woman in Kerala is going to travel for free on Kerala state buses. ഞങ്ങൾ ആദ്യമായി ചെയ്യാൻ പോകുന്ന കാര്യം കേരളത്തിലെ ഓരോ സ്ത്രീയും കേരളത്തിലെ KSRTC ബസ്സുകളിൽ ഇനി മുതൽ സൗജന്യമായി യാത്ര ചെയ്യാൻ പോകുന്നു എന്ന കാര്യമാണ്. Doesn't matter how old you are, what you are doing, whether you are a housewife, whether you are studying, going to college, every single woman in Kerala is going to travel for free on the buses. നിങ്ങൾക്ക് എത്ര പ്രായമുണ്ടെന്നുള്ളത് പ്രശ്നമല്ല, നിങ്ങൾ പുറത്ത് ജോലിക്ക് പോകുന്നു എന്നുള്ളത് പ്രശ്നമല്ല, നിങ്ങൾ പഠിക്കുകയാണോ എന്ന പ്രശ്നമല്ല, നിങ്ങൾ വീട്ടിൽ ഇരിക്കുന്ന ആളാണോ എന്നത് പ്രശ്നമല്ല. കേരളത്തിലെ എല്ലാ സ്ത്രീയും കേരളത്തിലെ KSRTC ബസ്സുകളിൽ ഇനി മുതൽ സൗജന്യമായി യാത്ര ചെയ്യാൻ പോവുകയാണ്. Why? So that you can fulfill your aspirations and your dreams. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്? കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ അഭിലാഷങ്ങളും സഫലീകരിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. This will make it slightly easier for you, easier to travel and do whatever you like to do. നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ യാത്ര ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുവാനും ഇതിലൂടെ സാധിക്കും. The second thing we are going to do, again for the women of Kerala, is every single college going girl, university going girl is going to get 1,000 rupees every month in her bank account. നമ്മൾ ചെയ്യാൻ പോകുന്ന കേരളത്തിലെ പെൺകുട്ടികൾക്ക് വേണ്ടി രണ്ടാമതായി ചെയ്യാൻ പോകുന്ന കാര്യം, കോളേജിലും സർവകലാശാലയിലും പഠിക്കുന്ന കേരളത്തിലെ ഓരോ പെൺകുട്ടിക്കും ഓരോ മാസവും 1000 രൂപ വീതം ആ കുട്ടിയുടെ അക്കൗണ്ടിൽ ലഭിക്കും. Senior citizens face their own unique problems. നമ്മുടെ നാട്ടിലെ പ്രായമായ മനുഷ്യർക്ക് അവരുടേതായ മാത്രം ചില പ്രശ്നങ്ങളുണ്ട്. So we are going to increase the pension to 3,000 rupees and have a specialized ministry for them in the state government. അതുകൊണ്ട് അവരുടെ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി പ്രത്യേകമായ ഒരു മന്ത്രാലയം കേരളത്തിൽ രൂപീകരിക്കാനും ഞങ്ങൾ പോവുകയാണ്. Anybody who wants to start a business, any young person who wants to start a business will get an interest-free loan of 5 lakh rupees to start his business or her business. അത് മാത്രമല്ല, കേരളത്തിൽ ഒരു വ്യവസായം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഓരോ ചെറുപ്പക്കാരിക്കും പലിശയില്ലാതെ 5 ലക്ഷം രൂപ വായ്പയായി നൽകുമെന്നും ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ്. And finally, the most important protection of them all. അവസാനമായി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംരക്ഷണം എന്ന് പറയുന്നത്, everybody has someone who falls sick in their family at some point. നമുക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അസുഖമുള്ള രോഗബാധിതരായ ആരെങ്കിലും ഒക്കെ ഉണ്ട്. Heart disease, diabetes, cancer, these are things everybody has to deal with at some point. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, അതുപോലെ ക്യാൻസർ, അതുപോലെ പ്രമേഹം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് എല്ലാവർക്കും കടന്നു പോകേണ്ട ഒരു അവസ്ഥയാണ്. So we want to make it easier for you to deal with these health difficulties. ഇങ്ങനെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അത് നേരിടുന്നത് കുറച്ചുകൂടെ എളുപ്പമുള്ളതാവണമെന്ന് ഞങ്ങൾ And that is why we are coming out with the Oommen Chandy Health Insurance Scheme for Kerala. അതുകൊണ്ടാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഒരു ആരോഗ്യ സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതിയുമായി ഞങ്ങൾ കേരളത്തിൽ വരുന്നത്. This scheme is going to guarantee every single Kerala family 25 lakh insurance, health insurance. കേരളത്തിലെ ഓരോ കുടുംബത്തിലും ഈ പദ്ധതി പ്രകാരം 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഞങ്ങൾ ഉറപ്പാക്കിയിരിക്കും. Now if your family members fall sick, you will have protection from the Oommen Chandy scheme. ഇപ്പോ നിങ്ങളുടെ കുടുംബത്തിലെ ആർക്കെങ്കിലും അസുഖം വന്നാൽ ഇനി മുതൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഈ പദ്ധതിയിലൂടെ നിങ്ങൾക്ക് സംരക്ഷണം ഞങ്ങൾ ഉറപ്പാക്കും. And you will have top quality medical help. നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഗുണനിലവാരമുള്ള ആരോഗ്യ സംവിധാനങ്ങളുടെ സഹായം നിങ്ങൾക്ക് ഇതിലൂടെ ഞങ്ങൾ ലഭ്യമാക്കും. This scheme will also inject money into the healthcare system that the left front has destroyed. അതുപോലെ തന്നെ കേരളത്തിലെ LDF നശിപ്പിച്ച കേരളത്തിലെ ആരോഗ്യ മേഖലയിലേക്ക് കൂടുതൽ ധനം